അയ്യോ, ഇന്ന് വൈകുന്നേരം ആയപ്പോ തൊട്ടേ നല്ല പൊളപ്പം മിന്നലും നല്ല ചിമിട്ട ഇടിയുമായിട്ട് ഒരു മുതുക്ക് മഴയും വന്നു. ഇലക്ട്രിക് ലൈനൊക്കെ ഷോർട്ടായി, ചിലതൊക്കെ പൊട്ടി താഴെ വീണു, ചിലയിടങ്ങളിലൊന്നും കറണ്ടും ഇല്ല. ഇന്നത്തെ മഴയുടെ പവർ കണ്ടപ്പോഴേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. മഴയെന്നൊക്കെ പറഞ്ഞാൽ 10 തുള്ളി ഉണ്ടെങ്കിൽ ഒരു ബക്കറ്റായി. അങ്ങനത്തെ മഴ സംഭവം ഒരു നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ മഴയത്ത് ആഞ്ഞിൽ തലയിറങ്ങി വീണു. തലയിറങ്ങി വീണ്ടും തറയിലെത്തിയിട്ടില്ല. പുള്ളിക്കാരൻ ഒരു ലൈനിന്റെ വണ്ടിയിൽ ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. 6:30 മണി മുതലേ ചാരിക്കാൻ തുടങ്ങിയതാണ്. സമയം ഇപ്പൊ 8:30 മണി കഴിഞ്ഞിട്ടുണ്ട്. വേറെ വഴിയൊന്നുമില്ല. നേരെ ഫയർഫോഴ്സിനെ വിളിച്ചു, KCBയെ വിളിച്ചു. അവർ രണ്ടുപേരും കൂടി വന്ന് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ മുറിച്ച് റോഡിലേക്ക് കിട്ടും. തടി മുറിക്കാനുള്ള മെഷീനൊക്കെ എടുത്ത് സ്റ്റാർട്ടാക്കി ഫയർഫോഴ്സ് അവരുടെ പണി തുടങ്ങി. ജസ്റ്റ് ഒന്ന് വിളിച്ചതേ ഉള്ളൂ, അപ്പോഴേ ഓടിയും എത്തി. അവർ കുറച്ചുപേരുണ്ട്, KCBയിലും കുറച്ചുപേരുണ്ട്, പിന്നെ ഞങ്ങളെ പറയാൻ നാട്ടുകാരും ഉണ്ട്. എല്ലാവരും കൂടി ചേർന്ന് പണി തുടങ്ങി. ആഞ്ഞിൽ മറിച്ചിട്ടതിന്റെ കൂട്ടത്തിൽ ഒരു റബ്ബറിന്റെ പകുതിയിൽ നിന്ന് തറയിൽ വീണു. ഇരട്ടി പണിയായി. ഫയർഫോഴ്സുകാർ കയ്യിലുള്ള മെഷീൻ വെച്ചിട്ട് മരം കട്ടിയത് പീസുകളാക്കി. നാട്ടുകാരും KCBക്കാരും ഫയർഫോഴ്സിലുള്ള ബാക്കി സാറന്മാരും ചേർന്ന് വെട്ടിയിട്ട പീസുകളെല്ലാം എടുത്ത് മാറ്റി. ഇതുവഴി ഒന്നും വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാതെ കുടിയും കിടക്കുവാണ്. ചില വണ്ടികളൊക്കെ വഴിതിരിച്ചു വിട്ടു, ചിലതൊക്കെ ഇവിടെ തന്നെ കിടക്കുവാണ്. ഇതെല്ലാം വെട്ടി മാറ്റിയിട്ട് വേണം അവർക്ക് പോകാൻ. ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ കയ്യിൽ തടി മുറിക്കുന്ന ഒരു മെഷീനേ ഉള്ളെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എനിക്ക് തെറ്റി. ഒന്നുമല്ല രണ്ടുമല്ല 3-4 എന്തായാലും ഉണ്ട്. ഉള്ള മെഷീനെല്ലാം വെച്ച് പെട്ടെന്ന് തന്നെ റോഡിലുണ്ടായിരുന്ന തടിയെല്ലാം വെട്ടിമാറ്റി. ബ്ലോക്കായി കിടന്ന വണ്ടികളെല്ലാം പറഞ്ഞു വിട്ടു. ഇനി വേണം ഈ ചാരിയിരിക്കുന്ന മരത്തിന്റെ ബാക്കി മുറിച്ച് മാറ്റാൻ. വീണ്ടും മെഷീൻ വന്നു. നമ്മുടെ വെഞ്ഞാറോട് കീഴായിക്കോണത്തുള്ള ഫയർഫോഴ്സ് ആണ്. KCB ആണെങ്കിലും ഞങ്ങളെ കല്ലറ ഉള്ളതുമാണ്. നാട്ടുകാരെല്ലാം ഇവിടെ ഉള്ളതുമാണ്. ചാരിയിരിക്കുന്ന മരത്തിനെ വലിച്ചിടാനാണ് പരിപാടി. വണ്ടിയിൽ പോയി വലിക്കാനുള്ള കയറൊക്കെ എടുത്തു. കയറെല്ലാം വലിച്ചെറിഞ്ഞ് മരത്തിന് മുകളിലിട്ട് ലോക്ക് ചെയ്തു. ഇപ്പോഴും നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ട്. ആരും മഴയൊന്നും കാര്യമാക്കുന്നില്ല. എല്ലാവരും കൂടി ചേർന്ന് കയർ വലിച്ച് മരം താഴേക്ക് ഇട്ടു. അങ്ങനെ മിഷൻ കംപ്ലീറ്റ് ആയി. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.